ടർഫ് ഒരു വലിയ ഇഷ്യൂ ആണ്. 2 ആഴ്ച മുമ്പ് തന്നെ 2 പേഷ്യൻസ് ടർഫിൽ കളിച്ച് ഇഞ്ചുറി ആയിട്ട് മുട്ടുവേദനയായിട്ട് വന്നു. അപ്പോൾ ഇഞ്ചുറി അതിന് കാലുകുത്താൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് വരണേ. പക്ഷെ അവർക്ക് ഭാഗ്യത്തിന് പാർഷ്യൽ ടിയർ ഉണ്ടായിരുന്നുള്ളൂ, കംപ്ലീറ്റ് ടിയർ ഇല്ല. കംപ്ലീറ്റ് ടിയർ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് വരും. അപ്പോൾ അത് ഇമ്മൊബിലൈസ് ചെയ്തു. ഇപ്പോൾ അവരുടെ വേദനയൊക്കെ കുറഞ്ഞു, 2 ആഴ്ച മുമ്പായതുകൊണ്ട് ഇപ്പം വേദനയൊക്കെ കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ടർഫിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂസ് വേണം ടർഫിൽ. ആ ഗ്രിപ്പുള്ള, എന്താണെന്ന് വെച്ചാൽ നോർമലി ഉള്ള ഗ്രിപ്പും ടർഫിലുള്ള ഗ്രിപ്പും വ്യത്യാസമുള്ളതുകൊണ്ട് ടർഫിന് വേണ്ടിയിട്ടുള്ള ബൂട്ട്സ് തന്നെ വേണം ടർഫിൽ കളിക്കുന്നവർ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ചില ആൾക്കാർ ആങ്കിളൊക്കെ കെട്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നീ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ഒരുമിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആങ്കിളിനെ സംബന്ധിച്ചൊരു ഷൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 കണങ്കാലും കവർ ചെയ്തിട്ടുള്ള ടേബിൾ ടോപ്പ് ഷൂസാണ് നല്ലത്. ഒരു ചെറിയ ആർച്ച് സപ്പോർട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഹീൽ ഒട്ടുമേ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ടർഫിൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ, പരിക്കുകൾ ഉണ്ടാവാറുണ്ടോ? കാരണം എന്താണ്? അത് ഈ പറഞ്ഞ ഗ്രിപ്പിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. കാരണം ആ ഗ്രിപ്പിലുള്ള പ്രശ്നം കൊണ്ടാണ് ടർഫിൽ ഇഞ്ചുറി കൂടുതലായിട്ട് വരുന്നത്. അത് ടർഫിൻ്റെ ഇഷ്യൂ അല്ല, ടർഫിൻ്റെ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ടർഫിന് യൂസ് ചെയ്യേണ്ട കറക്റ്റായിട്ടുള്ള ഷൂസ് കറക്റ്റ് ചെയ്താൽ, നേരത്തെ നമ്മൾ എക്യുപ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചുറിയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ പിന്നെ ഈ വാമപ്പും കൂൾ ഡൗണും പ്രധാനമാണ്. കാരണം എല്ലാവരും തിരക്കിലായതുകൊണ്ട് വന്ന ഉടനെ കളി തുടങ്ങുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലെ വിഷയം.